പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ പ്രതിഷേധം തുടരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വീണ്ടും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ? മൗണ്ട് സിയോൺ കോളേജിൽ സംഘർഷാവസ്ഥ. നിയമവിദ്യാർത്ഥിനിയെ അക്കാദമിക് കോർഡിനേറ്ററെ മുറിയിൽ പൂട്ടിയിട്ടു പ്രതിഷേധക്കാർ. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വലിയ സംഘർഷത്തിലേക്ക് കടക്കുകയാണോ കാര്യങ്ങൾ? തീർച്ചയായും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. ആറന്മുള CI മനോജിന്റെ നേതൃത്വമുള്ള സംഘം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെന്തായാലും ഒരു വിദ്യാർത്ഥികളോടുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഉപരിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുജോടിനെയും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ആരോണിന്റെയും അടക്കമുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തന്നെ അവിടെ നിന്ന് പൂർണ്ണമായി അടിച്ചു തകർക്കുന്ന ഒരു കാര്യങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുന്നത്. എന്തായാലും പോലീസുമായി ഏറെ നേരം വാക്കേറ്റവും സംഘർഷവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ആറന്മുള CI മനോജിന്റെ നേതൃത്വമുള്ള സംഘം ഇപ്പോൾ ആ സംഘത്തെ അടക്കം പുറത്തുനിന്ന് പൂട്ടാൻ ആണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ തീരുമാനം വരാതെ ജെയ്സൺ ജോസഫ് എന്ന CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായ നിയമവിദ്യാർത്ഥി, 3ാം വർഷ നിയമവിദ്യാർത്ഥിയെ പുറത്താക്കാതെ, അയാളെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കാതെ ഒരു കാരണവശാലും തങ്ങൾ പുറകോട്ടില്ല എന്നൊരു നിലപാടിലേക്ക് അവർ പോകുന്നു. എന്നാൽ ജെയ്സനെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറായിട്ടില്ല. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ മനോജിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസ് സുപ്രീം കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയിട്ടും ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോളേജിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കോളേജിൽ ഇപ്പോൾ അകത്തുള്ളത് ഏതാനും ചില ജീവനക്കാരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. മൗണ്ട് സിയോൺ കോളേജിൽ വലിയ സംഘർഷാവസ്ഥയാണ്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കങ്ങൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് ശ്രീജിത്ത് ശ്രീകുമാരൻ.